ഹലോ, അപ്പോൾ നമുക്കിതൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ശർക്കര അടുപ്പത്തേക്ക് ഉരുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അത് തിളപ്പിച്ച് ഇങ്ങനെ ഒഴിക്കണത്. ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് ഒഴിക്കണത്. എന്നിട്ട് ഞാൻ ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ മറ്റേ ഇഡ്ഡലിയുടെ തട്ടുണ്ടല്ലോ, ആ തട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണേ കേട്ടോ. 2 തട്ടിൽ ഞാൻ വെളിച്ചെണ്ണ പുരട്ടി വയ്ക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പൊടി നനച്ചെടുക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ തേങ്ങയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലാത്തിലും പിടിക്കണമല്ലോ, അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ശർക്കര ഉരുക്കിയത് ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി അത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. നമുക്ക് കുഴച്ചെന്ന് വെച്ചാൽ നല്ല ഇഡ്ഡലിക്കൊക്കെ കോരി ഒഴിക്കൂലേ, ആ പരുവത്തിലേക്ക് അന്നാണ് നനച്ചെടുക്കേണ്ടത്. വെറുതെ പച്ചവെള്ളത്തിൽ തന്നെ കേട്ടോ നമ്മൾ കലക്കിയെടുക്കണത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതേ ഇത്തിരി മധുരം കൂടുതലായിരുന്നു. അപ്പം ഞാൻ അത് കാരണം കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മധുരമായിപ്പോയി. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. മറ്റേ നമ്മുടെ കോരി ഒഴിക്കാൻ വിധത്തിലുള്ള ഒരു ഭയങ്കരമായിട്ട് വെള്ളം ചേർക്കണ്ട, നമുക്ക് ഇത്തിരി അത്യാവശ്യം കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ പുരട്ടി ഇങ്ങനെ വെച്ചേക്കണം ഇഡ്ഡലിത്തട്ടിലേക്ക് നമുക്കത് കോരി ഒഴിച്ചു കൊടുക്കാം. അത് 2 തട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 2 തട്ടിലും കോരി ഒഴിച്ച് ഞാൻ ഇഡ്ഡലിപ്പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഗോതമ്പിൻ്റെ അപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. ഇനി ഇത് ആവി ഒന്ന് പോയി കഴിഞ്ഞിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ പോരാനും പാടായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കേട്ടോ ഞാനിത് എടുത്തേക്കണത്. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഭയങ്കര ബലമൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. നമുക്കത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല തേങ്ങയുടെയും പിന്നെ ശർക്കരയുടെയൊക്കെ ഒരു മധുരവും ഒക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും, എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു മിക്ക വീടുകളിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, പിന്നെ ഇത് നമുക്ക് കഴിക്കാനും നല്ല രസമാട്ടാ. നമ്മൾ തട്ടുമേൽ ഇതിൻ്റെ ഒഴിക്കുമ്പോൾ തട്ടുമേൽ വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടുമല്ലോ, അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും മധുരമൊക്കെ കൂടി ആകുമ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും